ശ്വേത ഇവിടെ സജിനി പറഞ്ഞതുപോലെ തന്നെ സജിനി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഈ സംരംഭകർക്ക് ആവശ്യമായ പിന്തുണ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല. നിരവധി വ്യവസായ പാർക്കുകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം, ബാങ്കുകൾ കൃത്യമായി ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ ലഭ്യമാക്കാൻ പോളിസി ചേഞ്ച് ഉണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുണ്ട്, നിരവധി ഈ പറഞ്ഞ മുദ്രാ ലോൺ പോലെയുള്ള വലിയ പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റേതായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ കാലാവസ്ഥ ഇല്ല, അല്ലെങ്കിൽ ഈ കാലാവസ്ഥ ഇപ്പോഴും ആയിട്ടില്ല. അങ്ങനെ തന്നെയാണോ ആർഷേത? ഒരു പരിധി വരെ ശരിയാണ്. കാരണം ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് കുറച്ച് ഈ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബിസിനസ് ചെയ്യാനുള്ളൊരു ആദ്യത്തെ സ്റ്റെപ്പ് എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു പേടി നിലവിലുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ ഇത് രക്ഷപ്പെട്ടില്ലെങ്കിൽ കടബാധ്യതയും അതും ഒക്കെ ആയിട്ടുള്ളൊരു പ്രശ്നം മുമ്പിലുള്ളിടത്തോളം കാലം ഇത് എത്രത്തോളം മുമ്പോട്ട് പോകും, കേരളമാണ് എത്രത്തോളം മുമ്പോട്ട് പോകും എന്നുള്ള ഒരു ഭയഭീതിയും കാരണം കൊണ്ട് പലരും ഇതിനകത്ത് വരാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എത്രത്തോളം രക്ഷപ്പെടാൻ ഈ സംരംഭം കൂടുതൽ പേരിൽ തന്നെ കൂടുതൽ സ്ത്രീകളിൽ തന്നെ എത്തിക്കാനുള്ള സിറ്റുവേഷൻ ഓരോ പ്രവർത്തകർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്.